നിങ്ങൾ എന്ത് നോക്കി നിൽക്കുവോ മനുഷ്യ? അവരെ പിടിച്ചു മാറ്റ്. സീൻ പിടിച്ചോണ്ടിരുന്ന മനുവിനോട് ജാനി പറഞ്ഞു. കുറച്ച് കഴിയട്ടടി, നല്ല രസം. പരസ്പരം മുടി പിടിച്ച് വലിക്കുന്ന അവരെ നോക്കി മനു പറഞ്ഞു. അങ്ങോട്ട് ചെല്ല് മനുഷ്യ, അവർക്ക് എന്തെങ്കിലും പറ്റിയ നമ്മുടെ കല്യാണം നീട്ടിവെക്കും. അത് കേട്ടത് മനു ഞെട്ടി അവളെ നോക്കി. പിന്നെ ഒരു ഓട്ടോ ആയിരുന്നു അച്ചുവിന്റെയും ജെനിയുടെ അടുത്തേക്ക്. എടാ ദീപു, പാച്ചു, എബി ഒന്ന് വാടാ. മനു അവരെയും വിളിച്ചു. അങ്ങനെ എല്ലാവരുടെയും സംയോജിതമായ ഇടപെടൽ മൂലം വലിയൊരു യുദ്ധം ഒഴിവായി. രണ്ടിനെ അടിച്ച് ശരിയാക്കും. തമ്മിൽ കണ്ട ആടിയാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ ബന്ധുക്കളല്ലേ, ഇവിടെ എത്ര ആളുകളില്ലേ. ആ ഒരു ബോധമുണ്ടോ രണ്ടിനും? ചെറിയ കുട്ടികളാണെന്ന വിചാരം. ഒരുത്തെ കെട്ടിക്കാനായി ഒരുത്തൻ കെട്ടാനും. അമ്മമാരും അച്ഛന്മാരും അവർക്ക് വയറു നിറയെ കൊടുത്തു. അച്ചുവും ജെനി ഒന്നും ഇടാതെ തലതാഴ്ത്തി നിന്നു. ഞങ്ങൾ ഇറങ്ങട്ടെ, വീട്ടിൽ ചെന്നിട്ട് വേണം ഇവനെ ശരിക്കൊന്നും കാണാൻ. അച്ചുവിനെ അടിമുടി നോക്കി മഹിയുടെ യാത്ര പറഞ്ഞ് ചന്ദ്ര ഇറങ്ങി. പോകുന്ന പൊക്കി രണ്ടുപേരും നോക്കി പുച്ഛിക്കാനും മറന്നില്ല. അച്ചുവും വീട്ടുകാരും ഇറങ്ങിയതോടെ എല്ലാവരും പോയി. അവളുടെ കൂട്ടുകാരും അവരുടെ വീട്ടുകാരും എല്ലാം പോയി. ഇപ്പൊ ജെനി അവളുടെ വീട്ടുകാരും മാത്രം. എന്റെ ജെനി, നിനക്ക് അവനോടൊന്ന് മര്യാദയ്ക്ക് സംസാരിച്ച എന്താ? നിന്നേലും മൂത്തതല്ലേ അവൻ? മാസു അവളോട് ചൂടായി. അവന്റെ സംസാരം കേൾക്കുമ്പോ എനിക്കിങ്ങ് ചൊറിഞ്ഞു വരും അമ്മ. ഞാൻ എന്ത് ചെയ്യാനാ? അമ്മയുടെ മൂക്കി പിടിച്ച് പറഞ്ഞുകൊണ്ട് ജെനി പെട്ടെന്ന് മുറിയിലേക്ക് ഓടി. അവളുടെ പോക്ക് കണ്ട് ചിരിച്ചവർ 3 പേരും അവിടെ നിന്നു. ജെനി മുറിയിൽ കയറി ഡോർ ലോക്ക് ചെയ്തു. അവിടെ ലാപ്പ് എടുത്ത് ബെഡിൽ വെച്ച് അവളും ബെഡിൽ കയറി കിടന്നു. ലാപ്പ് ഓൺ ചെയ്ത് അതിൽ നിന്ന് സേഫ് ആക്കി വെച്ചിരുന്ന ഒരു ഫോൾഡർ എടുത്തു. അതിൽ 2 ഫോട്ടോകളായിരുന്നു. ഒന്ന് വളരെ നിഷ്കളങ്കമായി ചിരിക്കുന്ന, ആർക്കും വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഫോട്ടോ. ജെനി ആ ഫോട്ടോയിലൂടെ വിരലുകൾ ഓടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ജെനി ഒരു നിമിഷം കണ്ണടച്ചു കിടന്നു. എനിക്ക് ഐസ്ക്രീം വാങ്ങിത്ത ജെനി ചേച്ചി. ഇപ്പൊ തന്നെ എത്ര എണ്ണം കഴിച്ചു കിങ്ങനെ? ഒരെണ്ണം കൂടി. നല്ല ചേച്ചിയല്ലേ. ലാസ്റ്റ് ആട്ടോ, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ആ, കിങ്ങിണി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് കണ്ടപ്പോൾ ജെനിയും ചിരിച്ചുപോയി. കിങ്ങിണി. ജെനിയുടെ മുഖം രക്തവർണ്ണമായി. കണ്ണുകൾ ചുവന്നു. ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും അവളുടെ ചുണ്ടുകൾ വിതുമ്പി. കവിളുകൾ വിറച്ചു. ഇല്ല മോളെ, ചേച്ചി അവനെ വെറുതെ വിടില്ല. അനുഭവിപ്പിക്കോ അവനെ. ഇത് നിനക്ക് നിന്റെ ജെനിയേച്ചി തരുന്ന വാക്കാണ്. ഫോട്ടോയിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ജെനി ആ ഫോൾഡറിൽ നിന്നും മറ്റൊരു ഫോട്ടോ എടുത്തു. അവൾ ആ ഫോട്ടോ സൂം ഔട്ട് ചെയ്തു ഇരുന്നു. നിന്നോട് പറഞ്ഞില്ലേ വിനയ, ഞാൻ നിനക്ക് അധികം ആയുസില്ല എന്ന്. കൊച്ചു കുട്ടിയാണെന്ന് പോലും നോക്കാതെ എന്റെ കിങ്ങിണിയെ നീ നിന്റെ കാമ അവളുടെ മേലെ തീർത്ത് കൊന്നു കളഞ്ഞില്ലേ നീ അവളെ? നിന്റെ മരണം ഞാൻ നടപ്പിലാക്കും വിനയ. എന്റെ കിങ്ങിണിക്കുള്ള നീതി ഞാൻ നേടിക്കൊടുക്കും. എണ്ണപ്പെട്ട് കഴിഞ്ഞു മിസ്റ്റർ വിനയ് ദേവദത്തൻ. വല്ലാത്തൊരു ഭാവത്തോടെ ജെനി അവന്റെ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു. ജെനി ലാപ്പ് ഓഫ് ചെയ്ത് കണ്ണുകൾ അടച്ചു കിടന്നു. അവളുടെ മനസ്സിലേക്ക് അവസാനമായി കിങ്ങിണെ കണ്ട രംഗം ഓർമ്മ വന്നു. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. രാവിലെ ആനിയമ്മയുടെ കോൾ കണ്ടുകൊണ്ടാണ് ജെനി എണീറ്റത്. ഹലോ ആനിയമ്മേ. ഉറക്കച്ചടവോടെ ജെനി കോൾ അറ്റൻഡ് ചെയ്തു. ജെനി മോളെ, നീ ഇങ്ങ് വാ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക്. അവരെയും കൂട്ടിക്കോ. ആനിയമ്മയുടെ വെപ്രാളത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ ജെനി പെട്ടെന്ന് എണീറ്റിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പെട്ടെന്ന് വാ മോളെ, വേഗം, വൈകരുത്. അത്രയും പറഞ്ഞ് അവർ ഫോൺ വെച്ചു. ജെനി പെട്ടെന്ന് പാച്ചുവിനെ എബിയ അഞ്ചുവിനെയും വിളിച്ച് വിവരം പറഞ്ഞു. ഒട്ടും വൈകാതെ ഫ്രഷായി അവർ ആനിയമ്മയുടെ അടുത്തേക്ക് പോയി, ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്നപ്പോൾ കണ്ടു പാതി ബോധം മറിഞ്ഞു കിടക്കുന്ന അഖിലയെ. പാതി ബോധാവസ്ഥന് അവരെന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് തോന്നിയ ജെനി അവരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ ചെവി കൂർപ്പിച്ചു. എന്റെ മോളെ, അവൻ ജെനി, അവൻ കിങ്ങിണി എന്റെ മുന്നിൽ വെച്ച് ജെനി, എന്റെ മോള്. പാതി ബോധത്തിലും തന്റെ പേര് വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അഖിലയെ ജെനി ഒന്ന് നോക്കി. ആര്? കിങ്ങിണി എവിടെ ചേച്ചി? അവളിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ജെനി ചോദിച്ചു. അവൻ, ആ വിനി, മുൻ MLA ദേവദത്തന്റെ മകൻ. എന്റെ മോളെ എന്റെ മുന്നിൽ വെച്ച് അവനെ വെറുതെ വിടരുത്. അവനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു മുഴുവനാക്കാൻ കഴിയാതെ അവരുടെ ബോധം പൂർണ്ണമായും പോയി. അഖില പറഞ്ഞ കാര്യങ്ങൾ ജെനി പാച്ചുവിനോട് എബിയോടും എല്ലാം പറഞ്ഞു. കൂട്ടത്തിൽ ആനിയമ്മയോടും. മറ്റാരോടും ഒന്നും പറയരുതെന്നവർ തീരുമാനിച്ചിരുന്നു. കിങ്ങിണിയെ കാണാനില്ലാത്തത് കൊണ്ട് അവർ അന്വേഷിച്ചു നടന്നു. വിനയനെ കുറിച്ച് അഖില പറഞ്ഞതുകൊണ്ട് അവർ 4 പേരും വിനയുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടത്തിയത്. അവന്റെ സ്ഥിരം വിഹാര കേന്ദ്രമായ ടൗണിൽ നിന്നും അല്പം ദൂരെയുള്ള ബംഗ്ലാവിൽ അവരുടെ അന്വേഷണം എത്തി നിന്നു. കിങ്ങിണിയെ അന്വേഷിച്ചു വന്ന അവർക്ക് കാണാൻ കഴിഞ്ഞത് ക്രൂരമായി പീഡിപ്പിക്കേണ്ട നിലയിൽ പൂർണ്ണ നഗ്നയായി ചേതനയേറ്റ അവരുടെ കിങ്ങിണിയാണ്. പണത്തിന്റെ ഹുങ്കുകൊണ്ട് കേസിൽ നിന്നും വിനയ് ഒഴിവായി. ഏത് കോടതി അവനെ വെറുതെ വിട്ടാലും ജെനിയുടെ അവളുടെ കൂട്ടുകാരുടെയും കോടതിയിൽ അവന് മാപ്പില്ലെന്ന് അവർ ഉറപ്പിച്ചിരുന്നു. അതിനുശേഷം അവരുടെ കാത്തിരിപ്പായിരുന്നു. വിനയ്ക്ക് വേണ്ടി കാത്തിരിപ്പ് അവസാനിച്ചു. ഇനി അവന്റെ വിധി നിർണയമാണ്. ജെനിയുടെ കണ്ണിൽ നിന്ന് അവളുടെ കണ്ണുനീർ കവിളിലൂടെ ഒഴുകി. ജെനി, ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? താഴെ നിന്നും വസു ഉറക്കെ അവളെ വിളിച്ചു ചോദിച്ചു. ആ, വരുവാ അമ്മ. ജെനി മറുപടി പറഞ്ഞു. ബ്ലാക്ക് ആംഗിൾ ലെങ്ത് ജീനും വൈറ്റ് ടീഷർട്ടും അതിനു മുകളിൽ ഒരു ലെതർ ജാക്കറ്റും ധരിച്ച് അവളെ റെഡിയായി താഴേക്ക് വന്നു. അജയ്. താഴെ
താഴേക്ക് വന്ന ജെനി മഹിയെ വിളിച്ചു. എന്താടി? പത്രം മടക്കിക്കൊണ്ട് മഹി അകത്തേക്ക് കയറി. ആ, എനിക്ക് സെംഫി അടയ്ക്കണം. അച്ഛന്റെ അക്കൗണ്ടിലേക്ക് ഇടാനേ ഉച്ചയ്ക്ക് മുമ്പ് വേണം. ഇളച്ചുകൊണ്ട് ജെനി പറഞ്ഞു. ആ ഇടാ, പോവാറായില്ലേ? മഹി അവളോട് ചോദിച്ചു. ആ പോവാ, ബാംഗ്ലൂരിലാണ് ഇന്ന് പോകുന്നത്. ഞാൻ ഇറങ്ങുക. ജെനി പുറത്തേക്ക് ഇറങ്ങി. കഴിക്കുന്നില്ലേ നീ? കഴിക്കാതെ പോവാണോ? വാസു അങ്ങോട്ട് വന്ന് അവളോട് ചോദിച്ചു. വാസുവിന്റെ കൂടെ ജാനി. ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം, ലേറ്റായി, ബായ് ഉമ്മ. അച്ഛനും അമ്മയ്ക്കും ജനിക്കും ഓരോ ഉമ്മയും കൊടുത്ത് അവള് വണ്ടിയെടുത്ത് പോയി. അവള് കണ്ണിൽ നിന്നും മറിഞ്ഞത് അവര് 3 പേരും ഹോസ്പിറ്റലിൽ പോവാൻ റെഡിയാവാൻ തുടങ്ങി. ജെനി അവളുടെ കൂട്ടുകാരെയും കൂട്ടി കോളേജിലേക്ക് പോയി. എടാ, നാളെ ചേച്ചിയുടെ പിറന്നാളാണ്. കോളേജിലെത്തി വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ജെനി പറഞ്ഞു. അയ്യോ, നാളെയാണല്ലേ, ഗിഫ്റ്റ് വാങ്ങണ്ടേ? അഞ്ചു ചോദിച്ചു. അത് വേണ്ടതുപോലെ ചെയ്യും. അച്ഛനോട് അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യം അത് കൊടുക്കണം. ജെനി പറഞ്ഞപ്പോ 3 പേരും മൂളി. രാവിലെ തന്നെ അച്ഛന്റെ വീട്ടിൽ അതിഥികൾ ഉണ്ടായിരുന്നു. നിങ്ങൾ എപ്പോ എത്തി ജയ? വീട്ടിലേക്ക് വന്ന ആളോട് ചന്ദ്രൻ ചോദിച്ചു. ഞങ്ങൾ പുലർച്ചെ എത്തി. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നു. ചന്ദ്രന് കൈ കൊടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു. എന്നിട്ട് സരിതയും മക്കളും എവിടെ? അങ്ങോട്ട് വന്ന സീത ചോദിച്ചു. ഞങ്ങൾ ഇവിടെ ഉണ്ട്. പുറത്തു നിന്ന് 3 പേര് വന്നു. അവരുടെ ശബ്ദം കേട്ട് അച്ചുവും മനു ഇറങ്ങി വന്നു. ആ, നിങ്ങൾ എത്തിയോ? അവരെ കണ്ടപാടെ അച്ചു ചോദിച്ചു. ഹായ് ഏട്ടൻസ്. അവരുടെ അടുത്തേക്ക് വന്ന് ഒരു പെൺകുട്ടി പറഞ്ഞു. ഹായ് ദിവി, യാത്രയ്ക്ക് സുഖമായിരുന്നോ? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മനു ചോദിച്ചു. ഓ സുഖമല്ലേ വിധു? അടുത്തയാളെ ചേർത്ത് പിടിച്ച് അച്ചു ചോദിച്ചു. ആടാ, നമ്മുടെ ബാക്കിയൊക്കെ എവിടെ? വിധു അവനോട് ചോദിച്ചു. അവരിപ്പോ വരും, നിങ്ങൾ ഇരിക്കെ. അച്ചു അവരോട് പറഞ്ഞു. ഇത് അച്ചുവിന്റെ സുഹൃത്ത് വിദ്യയും കുടുംബവും. അവർ ഡൽഹിയിലായിരുന്നു, ഇപ്പൊ നാട്ടിൽ സെറ്റിലാവാൻ തീരുമാനിച്ചു. വിദ്യയുടെ അച്ഛൻ ജയപാൽ, അമ്മ സരിത, വിദ്യയ്ക്കൊരു അനിയത്തി ദിവ്യ. വീട്ടുകാരോട് സംസാരിക്കുമ്പോഴും വിദ്യയുടെ കണ്ണുകൾ അനുസരണയില്ലാതെ അച്ചുവിന്റെ മേൽ പാറി വീണുകൊണ്ടിരുന്നു. അവനത് കണ്ടെങ്കിലും കണ്ടില്ലെന്ന് നടിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ അങ്ങോട്ടേക്ക് ദീപും കൃതിയും വന്നു. വിധു വന്ന പാടെ അവർ അവളെ വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു. പിന്നീട് അവർ 4 പേരും അവരുടെ ലോകത്തായിരുന്നു. അല്ല, എവിടെ മനുവിന്റെ ആളുടെ ഫോട്ടോ? സരിത സീതയോട് ചോദിച്ചു. ആ, നിങ്ങൾ കണ്ടില്ലല്ലോ. മനു, ജാനിയെ കാണിച്ചു കൊടുത്തേ. മനു അവന്റെ ഫോൺ എടുത്ത് അവരുടെ എൻഗേജ്മെന്റ് ഫോട്ടോ കാണിച്ചു കൊടുത്തു. എന്താടാ പേര്? ജയൻ ചോദിച്ചു. ജാൻവി. ഒറ്റ മോളാണോ? അല്ല, അനിയത്തിയുണ്ട്, ജനനി. മനു പറഞ്ഞു. ഇതാണോ അനിയത്തി? ജനയുടെ ഫോട്ടോയിലേക്ക് ചൂണ്ടിക്കൊണ്ട് സരിത ചോദിച്ചു. ആ, കൊള്ളാം, 2 പേരും ഒന്നിനൊന്ന് സുന്ദരികളാണ്. സരിത പറഞ്ഞപ്പോ അവർക്ക് സന്തോഷായി. പെണ്ണിന്റെ അച്ഛൻ? ജയൻ ചന്ദ്രനോട് ചോദിച്ചു. ഡോക്ടറാണ്, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ. മോളും അവിടെ തന്നെയാണ്. ചന്ദ്രൻ മറുപടി പറഞ്ഞു. മനു അവർക്ക് മഹിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോ ജയന്റെ കണ്ണുകൾ വിടർന്നു. ഇത് മഹിയല്ലേ? ഈശ്വര, ഇവന്റെ മോളാണോ നിന്റെ ഭാര്യ? സന്തോഷത്തോടെ ജയൻ പറഞ്ഞപ്പോൾ എല്ലാവരും അയാളെ നോക്കി. അങ്കിളിന് അച്ഛയെ അറിയുമോ? മനു ചോദിച്ചു. പിന്നെ അറിയാതെ, എന്റെ കൂട്ടുകാരനാണ്. ഞങ്ങൾ ഡൽഹിയിൽ പോയതിനു ശേഷം കോണ്ടാക്ട് ഇല്ലായിരുന്നു. ഇപ്പൊ ഒരുപാട് സന്തോഷം തോന്നും. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവനെ കാണാലോ. ജയൻ വളരെ സന്തോഷത്തിലായിരുന്നു. ആഹാ, എന്നാ അവനൊരു സർപ്രൈസ് കൊടുക്കാം. നാളെ ജാനയുടെ പിറന്നാളാണ്, നമുക്ക് ഒരുമിച്ച് പോവാം. നിന്നെ കണ്ട് അവനൊന്ന് ഞെട്ടട്ടെ. ചന്ദ്രൻ പറഞ്ഞപ്പോ എല്ലാവരും സമ്മതിച്ചു. എടാ, നമുക്ക് വൈകിട്ട് പുറത്തു പോവാം. ഇവിടെ വന്നതല്ലേ. പുറത്ത് സംസാരിച്ചിരിക്കുമ്പോ ദീപു ചോദിച്ചു. ആ, നിങ്ങൾ മാളിലേക്ക് വന്നാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. അച്ചു മറുപടി പറഞ്ഞു. അവർ വീണ്ടും വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ് കട്ട് ചെയ്ത് മാളിലേക്ക് ഇറങ്ങിയതാണ് ജെനിയും പിള്ളേരും. എന്റെ മോനെ, ഒരു രക്ഷയില്ല. അഞ്ചു പറഞ്ഞപ്പോ എല്ലാവരും അവളെ നോക്കി. എന്താടി കോഴി? ജെനി അവളോട് ചോദിച്ചു. അങ്ങോട്ട് നോക്കുമോളെ, ഒരു കിടിലൻ ചേട്ടൻ, കണ്ണെടുക്കാൻ തോന്നില്ല. അഞ്ചു അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവള് പറഞ്ഞത് കേട്ടപ്പോ ജെനി അങ്ങോട്ട് നോക്കി. നീ വല്ലാണ്ട് നോക്കണ്ട, നിനക്കുള്ള പെട്ടി എടുക്കേണ്ടി വരും. ജെനി പെട്ടെന്ന് ഇളിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താടി? അഞ്ചു അവളോട് ചോദിച്ചു. അവന്റെ കൂടെയുള്ള പെണ്ണ് നിന്നെ നോക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ജെനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അഞ്ചു ആ ഭാഗത്തേക്ക് ഇടം കണ്ടിട്ട് നോക്കി. സബാഷ്, ആ പെണ്ണ് അഞ്ജുവിനെ കിട്ടിയ 5 മാങ്ങ അച്ചാർ ഉണ്ടാക്കും. അഞ്ചു പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയതേയില്ല. നമുക്ക് വല്ലതും കഴിക്കാം, വിശക്കുന്നു. വയറൊഴിഞ്ഞുകൊണ്ട് എബി അവരോട് പറഞ്ഞു. ആ വാ. കേൾക്കേണ്ട താമസം പാച്ചു മുന്നേ നടന്നു. അവന്റെ പുറകെ ബാക്കിയുള്ളവരും. ജെനി ഫോണിൽ നോക്കിയാണ് നടക്കുന്നത്. പില്ലർ. പെട്ടെന്ന് അഞ്ജുവിന്റെ ശബ്ദം കേട്ടപ്പോ ജെനി ഫോണിൽ നിന്ന് തലയുയർത്തി നോക്കിയത് മുന്നിലൊരു പില്ലറാണ് കണ്ടത്. ജെനി അഞ്ജുവിനെ നോക്കി അന്തസായി വിളിച്ചു. ഒറ്റ വീക്ക് തന്നാലുണ്ടല്ലോ അവിടെ കോപ്പിലെ ഫോൺ. നേരെ നോക്കി നടക്കു പെണ്ണെ. അഞ്ജു അവളോട് കലിപ്പിച്ചു. ജെനി അഞ്ജുവിനെ നോക്കി ചുണ്ടു കുറിപ്പിച്ച് ഉമ്മ കൊടുക്കും പോലെ കാണിച്ചു. വാ ഇങ്ങോട്ട്. പുഞ്ചിരിച്ചുകൊണ്ട് ജെനിയുടെ കൈയും പിടിച്ച് അഞ്ജു നടന്നു. ജെനി വീണ്ടും ഫോണിലേക്ക് മുഖം പൊഴുത്തി. എടാ നോക്കടാ, അത് അവളല്ലേ? ജെനിയെ കണ്ട് ദീപു അച്ഛനോട് ചോദിച്ചു. ആര്? അച്ഛ ചുറ്റും കണ്ണോടിച്ചോണ്ട് ചോദിച്ചു. ജെനി. ദീപു അവനോട് പറഞ്ഞു. ജെനിയോ? അതാരാ? അവരുടെ സംസാരം ശ്രദ്ധിച്ച വിധു ചോദിച്ചു. ഇവന്റെ ഏട്ടത്തിയുടെ സിസ്റ്ററാണ് ജനനി. ജെനി എന്ന് വിളിക്കും. കൃതി അവളോട് പറഞ്ഞു. ജെനിയോ എവിടെ?
അച്ചു ദീപുവിനോട് ചോദിച്ചു. അതാ വരുന്നു. ദീപു ചൂണ്ടിയ ഭാഗത്തേക്ക് കൃതിയും വിധു അച്ചുവും നോക്കി. അവളുടെ ജാക്കറ്റ് ഒരു കൈ മാത്രം ഇട്ട് ബാക്കി ഭാഗം ഫ്രീ ആയി തൂങ്ങിക്കിടക്കുന്നുണ്ട്. തലയിൽ ഒരു തൊപ്പിയുണ്ട്. അഞ്ചും പാച്ചും ഏബിയും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ജെനിയുടെ കണ്ണ് ഫോണിലാണെങ്കിലും അവരുടെ സംസാരത്തിലും പങ്കുചേരുന്നുണ്ട്. എടാ വാ, അവളെ ഒന്ന് ചൊറിയാം. അവളെ തന്നെ നോക്കിക്കൊണ്ട് അച്ചു ദീപുവിനോട് പറഞ്ഞു. നിനക്ക് ഭ്രാന്താണ് ചുമ്മാ അവളുടെ വായിൽ നിന്നും കേൾക്കാൻ. ദീപു അവനോട് പറഞ്ഞു. ഒരു രസമല്ലേ വിധു, നീയും വാ, അവളെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം. ആ പോവാ. വിധിയും താല്പര്യം കാണിച്ചു. ഫോണിലേക്ക് നോക്കി നടന്നു വരുന്ന അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അച്ചു അവളുടെ നേർക്ക് നടന്നു. ഫോണിൽ നോക്കുന്നത് കൊണ്ട് അവൾക്ക് നേരെ വരുന്ന അച്ചുവിനെ കൂട്ടുകാരെ അവൾ കണ്ടില്ല. അച്ചു അവളുടെ അടുത്തെത്തിയത് അവളെ തട്ടി. പെട്ടെന്നായതുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ സ്ലിപ്പായെങ്കിൽ താഴെ വീഴാതെ അവൾ പിടിച്ചു. ആരുടെ അമ്മമ്മേനെ കെട്ടിക്കാനടാ നീയൊക്കെ നടക്കുന്നേ? ദേഷ്യത്തോടെ ചോദിച്ച് ജെനി നോക്കിയപ്പോ മുന്നിലതാ അച്ചു. താനോ? തന്നെ കൊണ്ട് വലിയ മെനക്കേടാണല്ലോ. അവനെ നോക്കി ദേഷ്യത്തോടെ അവൾ പറഞ്ഞു. അവളുടെ സംസാരം കേട്ട് അവളെ പരിചയപ്പെടാൻ വന്ന വിധു വായും പൊളിച്ചു നിന്നു. ഫോണിൽ നോക്കി നടന്ന് എന്നെ തട്ടിയതും പോരാ ഡയലോഗ് അടിക്കുന്നു. അച്ചു അവളെ ചൊറിഞ്ഞു തുടങ്ങി. അനാവശ്യം പറയരുത്. എന്നെ തട്ടി എന്റെ ഫോൺ വീഴ്ത്തിയതും പോരാ അവന്റെ കോപ്പില്. ജെനി അവനെ ദേഷ്യത്തോടെ നോക്കി. ജെനി വേണ്ട, പബ്ലിക് പ്ലേസ് ആണ്, ആളുകൾ നോക്കുന്നു. പാച്ചു അവളോട് പറഞ്ഞു. ഞാനാണോ പാച്ച? ഇയാളല്ലേ കോലൻ. ഡി സൂക്ഷിച്ച് സംസാരിക്കണം. അത്രയും നേരം മിണ്ടായിരുന്ന വിധു കളത്തിലിറങ്ങി. ഇനി അവള് മേടിക്കട്ടെ. അത് പറയാൻ നീ ഏതാടി? ജെനി അവളെ പുച്ഛിച്ച് ചോദിച്ചു. ആര് വേണേലും ആയിക്കോട്ടെ, കുറച്ച് ഡീസന്റ് ആയിട്ട് സംസാരിച്ചൂടെ? അതിന് നിന്നോട് ഞാൻ വല്ലതും പറഞ്ഞു? ഞാൻ ദേ ഇയാളോടാണ് പറഞ്ഞത്. അത് ചേച്ചി ഇടപെടണമെന്നില്ല. ആരാടി നിന്റെ ചേച്ചി? എന്നാ അമ്മച്ചി ഇടപെടേണ്ട. ഡി വിധു അവൾക്ക് നേരെ കയ്യോങ്ങി. ഏയ് ദേഹത്ത് തൊട്ടാൽ. അവളുടെ കൈ പിടിച്ചുകൊണ്ട് ജെനി പറഞ്ഞു. അവളുടെ മാറിയ മുഖഭാവം കണ്ട് വിധുവിന് ചെറിയൊരു പേടി തോന്നി. ജെനി വാ, ചേച്ചിക്ക് ഗിഫ്റ്റ് വാങ്ങാം. അഞ്ചു അവളെ വിളിച്ചു. ചേച്ചിക്ക് ഗിഫ്റ്റ് അല്ല, ഈ കാലിന് സയനൈഡാണ് വാങ്ങിയത്. തന്നെ എന്റെ കൈ കെട്ടും. ജെനി അച്ചുവിനോട് പറഞ്ഞു. ഐ എം വെയിറ്റിംഗ്. അച്ചു അവളോട് പറഞ്ഞു. വിധുവിനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് ജെനി അവിടെ നിന്ന് പോയി. അച്ചു അവള് പോകുന്നത് നോക്കി പുഞ്ചിരിയോടെ നിന്ന്. നിനക്ക് എന്തിന്റെ കേടാ അച്ചു? ചുമ്മാ അവളെ. ദീപു അവനോട് ചോദിച്ചു. അവളെ ചൊറിയ നല്ല രസാടാ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അവള് പോകുന്നത് നോക്കി അവൻ പറഞ്ഞു. വിധുവിന് അത് കേട്ടപ്പോ ദേഷ്യം വന്നു. അല്ല വിധു, നീ എന്തിനാ ഇടയിൽ കയറിയത്? അച്ചു വിധുവിനെ നോക്കി ചോദിച്ചു. അതവൾ ഓരോന്ന് പറഞ്ഞപ്പോ. ബെസ്റ്റ് പെണ്ണെ, ഞാനും അവളും പരിചയപ്പെട്ടതേ ഇങ്ങനെയാണ്. എത്ര ചൊറിഞ്ഞാലും അവൾ അതിരുവിട്ടൊന്നും ചെയ്യാറില്ല. നീ എന്തിനാ അവളെ തല്ലാൻ കൈയൊക്കെ വാങ്ങിയത്? അത് അപ്പോഴത്തെ ദേഷ്യത്തിന്. അടിച്ചിരുന്നെങ്കിൽ കാണായിരുന്നു. അച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ? ദീപു ചോദിച്ചു. അവള് കാണുന്ന പോലെ ഒന്നും അല്ല. ഒരുത്തനെ തല്ലി ഐസിയിൽ കിടത്തിയ മുതലാണ്. നീ അവളെ തല്ലിയിരുന്നെങ്കിൽ അവളെ നിന്നെ സ്റ്റിക്കർ ആക്കിയേനെ. വിധുവിനോട് അച്ചു പറഞ്ഞപ്പോൾ 3 പേരും ജെനി പോയ വഴിയെ നോക്കി നിന്നു. അവൾ അടിപൊളിയാണല്ലേ? ദീപു അച്ചുവിനോട് ചോദിച്ചു. അവളുടെ കോളേജിലെ ഇരട്ടപ്പേര് തന്നെ ലേഡി റൗഡി എന്നാണ്. കോളേജ് ഹീറോയിൻ, കോളേജ് ടോപ്പർ, പാട്ടിലും ചിത്രരചനയിലും ഡാൻസിലും എല്ലാം ബെസ്റ്റാണ്. ആളൊരു സകലകലാവല്ലഭയാണല്ലേ? ദീപു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ജെനിയെ പറ്റി സംസാരിക്കുമ്പോൾ അച്ചുവിന്റെ കണ്ണിലെ തിളക്കം അവർ 3 പേരും ശ്രദ്ധിച്ചിരുന്നു. കൃതിയുടെയും ദീപുവിന്റെയും ചുണ്ടി പുഞ്ചിരിയാണ് വിരിഞ്ഞതെങ്കിൽ വിധുവിന് അവളോട് അസൂയം ദേഷ്യമാണ് തോന്നിയത്. കുറച്ചുനേരം അവിടെ ചിലവഴിച്ചുകൊണ്ട് അവരെല്ലാം വീട്ടിലേക്ക് തിരിച്ചു. കല്യാണം ഇനി എത്തി. നമ്മൾ എന്താ ഒന്നും ചെയ്യാതിരിക്കുന്നേ? രാത്രി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ വസു മഹിയോട് ചോദിച്ചു. നാളെ അവരൊക്കെ വരില്ലേ, എന്നിട്ട് തീരുമാനിക്കാം. മഹി പറഞ്ഞു. അപ്പൊ ഇനി ഒരാഴ്ചയല്ലേ, അത് കഴിഞ്ഞ നീ പോവും അല്ലേ ചേച്ചി? ജെനി ജാനിയോട് ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ടത് ജാനിയുടെ മുഖം വാടി. നിനക്ക് എന്തിന്റെ കേടാ ജെനി? വെറുതെ അവളെ ഓരോന്ന് പറഞ്ഞു. ജാനിയുടെ മുഖം കണ്ടപ്പോ വസു ജെനിയോട് കലിപ്പിട്ടു. ഓ, നിനക്ക് വിഷമായോ ചേച്ചി? ജെനി ജാനിയെ നോക്കി ചോദിച്ചു. മറുപടിയായി ജാനി കണ്ണടച്ച് കാണിച്ചു. നാളെ എപ്പോഴാ ഏട്ടനും വീട്ടുകാരും ഒക്കെ വരുവാ അമ്മേ? ജെനി വിഷയം മാറ്റി. അവര് രാവിലെ വരും, രാത്രിയെ പോവും. വസു പറഞ്ഞു. ഓ, ആ കാലിന് നാളെ രാത്രി വരെ കാണണം അല്ലേ? ജെനി അവരെ നോക്കി പറഞ്ഞു. ദേ ജെനി, അവരൊക്കെ നമ്മുടെ ഗസ്റ്റ് ആണ്. പിന്നെ നിന്റെ ഏട്ടന്റെ വീട്ടുകാരൻ. ദയവ് ചെയ്ത് നാളെയെങ്കിലും രണ്ടും അടി ഉണ്ടാക്കരുത്. മഹി അവളോട് പറഞ്ഞു. ആലോചിക്കാ അച്ഛേ, വിളിച്ചുകൊണ്ട് ജെനി പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ ഞാൻ പോവും അല്ലേ അമ്മേ? ജാനി സങ്കടത്തോട് ചോദിച്ചു. അത് കേട്ട് എല്ലാവർക്കും സങ്കടം വന്നു. എല്ലാ പെൺകുട്ടികളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു നിമിഷമാണ് ജാനിയത്. പിന്നെ നിന്നെ ഏൽപ്പിക്കുന്നത് മനുവിനെയല്ലേ? പൊന്നുപോലെ നോക്കും. സീതയും ചന്ദ്രൻ നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്തിനാടാ നിനക്ക് സങ്കടം? ഞങ്ങളെ ഓർത്താണെങ്കിൽ വിളിച്ച ഓടി വരില്ലേ ഞങ്ങള്? അവളുടെ നെറുകെ തലോടിക്കൊണ്ട് വസു പറഞ്ഞപ്പോൾ ജാനി പുഞ്ചിരിച്ചു. ചേച്ചി, ജെനി അവളെ വിളിച്ചു. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ചേച്ചിക്ക് സങ്കടാവും. ചോദിക്കുന്നത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം കേട്ടോ. ജെനി സങ്കടത്തോടെ പറഞ്ഞപ്പോൾ എല്ലാവരും അവളെ നോക്കി. എന്താ മോളെ? അവളുടെ കവളിൽ തലോടിക്കൊണ്ട് ജാനി ചോദിച്ചു. അത് ജെനി മുഴുവനാക്കാതെ ജാനിയെ നോക്കി. എന്താടാ പറയ്? ജാനി അവളെ നിർബന്ധിച്ചു. ചേച്ചി കഴിക്കുന്നില്ലേ? ഈ പപ്പടം ഞാൻ എടുത്തോട്ടെ. എന്റെ പപ്പടം കഴിഞ്ഞു. ഇളിച്ചുകൊണ്ട് ജെനി പറഞ്ഞപ്പോ മഹിയും ജാനിയും വസു അവളെ വായും പൊളിച്ചു നോക്കി.
ഈ പെണ്ണ് ചിരിച്ചുകൊണ്ട് ജെനി അവളുടെ തലയിൽ കൊട്ടി. അല്ല പിന്നെ, അവളുടെ ഒരു സെന്റി ഡെയിലി ഹോസ്പിറ്റലിൽ പോയ അച്ഛയും അമ്മയും കാണാം. എന്നിട്ടാണ് ഈ പ്രഹസനം. പെട്ടെന്ന് കഴിച്ചെണീക്കാൻ നോക്ക് ചേച്ചി. ജാനിയെ കളിയാക്കിക്കൊണ്ട് ജെനി പറഞ്ഞു. ജാനി അന്തസ്സായി 32 പല്ലും പുറത്തു കാണിച്ചു. എന്താ കിണി? ജാനിയോട് പറഞ്ഞ് ജെനി കഴിച്ചെഴുന്നേറ്റു. നമ്മളെക്കാൾ സങ്കടം അവൾക്കാണ്. എന്നിട്ടും പുറത്തു കാണിക്കുന്നില്ലല്ലോ. അവളെപ്പോലെ അവള് മാത്രമേ കാണൂ. അവള് പോകുന്നത് നോക്കി മഹി പറഞ്ഞു. വസുവും ജാനി പുഞ്ചിരിയോടെ ജെനി പോകുന്നത് നോക്കി.